ഹലോ ഫ്രണ്ട്സ്, അതെ. അപ്പോൾ കുറച്ചു കാലമായിട്ട് നിങ്ങൾ നമ്മൾ വീഡിയോസിലധികം കണ്ടു കാണില്ല, അതായത് ലോങ് വീഡിയോസ് കാര്യങ്ങളൊന്നും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഒരു ഗ്യാപ്പിലായിരുന്നു. എന്താ പറയുക, അതെ മെഡിക്കൽ ഇഷ്യൂസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അതെ, ഒരു കുഞ്ഞു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അതെ, അതായത് നമ്മൾ എല്ലാവർക്കും അറിയുന്നവർക്കൊക്കെ അറിയാം, നമ്മളുള്ള സ്ഥലം മടിവാളയിലായിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിന്നുള്ള വീട് മാറി ഇപ്പോൾ നമ്മളൊരു പുതിയ വീട്ടിലോട്ടേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് നമ്മുടെ വീട്, എങ്ങനെയാണ് നമ്മുടെ വീട് എന്നുള്ളത് കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. വിഷുവിനൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോ ഒരു മഴ വന്നത് എല്ലാ പൂവും മുന്നോട്ട് വന്ന് എല്ലാം പോയി. അടിപൊളി, നല്ല തണലും നല്ല കാറ്റൊക്കെ വരുന്ന അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഒരു വേനൽ മഴ വന്നപ്പോൾ തന്നെ അത് പോയി. പിന്നെ ഇവിടെ വന്ന് ചിന്നു കുറച്ച് ചെടിയൊക്കെ, ചിന്നുവിന്റെ ചെടികളൊക്കെ ഇവിടെ നിന്ന് ശരിയാക്കി. ഏകദേശം അവിടുന്ന് വീട് മാറിയപ്പോ തന്നെ എല്ലാ ചെടികളും നാശമായി പോയി. എടുത്ത് നമ്മള് മാറ്റുന്നു. വീഡിയോ ചെയ്യാട്ടെ, ചെടീനെ മാത്രം വീഡിയോ ചെയ്യാം. ഇത് മൊത്തം പൂവി കിടക്കാണ്. ഇത് 4-5 വീട്ടിൽ നല്ല ചെടികളേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇത് വന്നിട്ട് ഫുള്ളും മരങ്ങളാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് നല്ല എന്താ പറയാ, നല്ലൊരു തണുപ്പാണ്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സ്ഥലങ്ങൾ വെക്കുമ്പോൾ അത്രത്തോളം ചൂടില്ല. തണുപ്പ് എന്നല്ല, ചൂട് കുറവാണ്. അതിനുശേഷം നമ്മളിത് അങ്ങനെ ഉള്ളിലോട്ടേക്ക് കിടക്കാം. അങ്ങനെ ഇതാണ് ഹാള്. ഇവിടെ നല്ല കാറ്റാണ് നമുക്ക് വരിക. ഇവിടെ നല്ല കാറ്റായിരിക്കും പുറത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ സാമഗ്രികളൊക്കെ സാധനങ്ങൾ ഉള്ളിൽ കയറ്റി. പിന്നെ ഇവിടെ 2 മീൻകുട്ടി ഉണ്ട്. മീൻകുട്ടി പിന്നെ ഫ്രിഡ്ജ്. അതാട്ടോ ഹാള് ഇത്രയുള്ളൂ. ഫോട്ടോസ് ഒക്കെ വെച്ചു. ഓക്കെ, അങ്ങനെ അന്ന് ഈ ചേറ അടുത്ത് ഇരുന്നിട്ട് പൊടിച്ചതാണ് ബേസ്. ഇനി പോവാ റൂമിലോട്ട്. ഇതാണ് ഒരു ബെഡ്റൂം. ഇത് നമ്മുടെ ചിന്തേരി. ഫുള്ള് അഴുക്കാണ്. ഇത് ഫസ്റ്റ് കഴുകണം. കണ്ടോ, മൊത്തം അഴുക്കാം. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന്, അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വർക്കൊക്കെ ചെയ്യണോണ്ട് ഇവിടെ കൊണ്ടുവന്നു. ആശാൻ ഇവിടെ കൊണ്ട് ഇരുത്തിയേക്കാണ്. ഇതാണ് റൂം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ മാറിയതുകൊണ്ട് നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന കബോർഡ് തന്നെയാണ്. അപ്പൊ നമ്മള് തുണികളൊക്കെ കുത്തി കയറ്റി. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ പോകുന്നത് ഇവിടെ കഴിഞ്ഞ് ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളും ഉണ്ട്. ചിന്ന തുറന്നടച്ച് തുറന്നിട്ടുണ്ട്. നേരെ വരുമ്പോ നമുക്കൊരു കോമൺ ബാർ ടോയ്ലറ്റ് ആണ് ഉള്ളത്. അപ്പൊ ഇത് കണ്ടോ, ഞങ്ങള് വരച്ചതാണ്. ഞങ്ങള് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. രാത്രിയൊക്കെ ഇരുന്ന് വരയ്ക്കലായിരുന്നു. 2 ദിവസം മുന്നേ നമ്മള് വരച്ചതാണ്. ഇതിന്റെ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നോക്കാം, പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പോസ്റ്റ് ചെയ്യാം. പിന്നെ അവിടെ ഒരു ചാനല് വരുന്നുണ്ട്. അവിടെ നിന്നും വ്യൂ നല്ല സൂപ്പറാണ്. സൂപ്പർ വ്യൂ ആണ്. പിന്നെ ഞാന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാക്കാൻ വേണ്ടിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പൊ ഇവിടെയും നല്ല വ്യൂ ആണ്. ബാക്കിൽ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ എന്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങള്. പിന്നെ ഇവിടെ എന്താണ് കണ്ണാടി. ഇനി നമ്മുടെ കിച്ചണിലോട്ട് പോവാം. ഇതാണ് കിച്ചൺ.
അതായത് നമ്മുടെ മുന്നത്തെ കിച്ചൺ നിങ്ങൾ കണ്ട വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയായിരുന്നു, വളരെ ചെറിയ കിച്ചൺ ആയിരുന്നു, ഒട്ടും സ്ഥലമില്ലാത്തൊരു കിച്ചൺ ആയിരുന്നു. അപ്പൊ ഇത് കൊറേ സാധനങ്ങളൊക്കെ ഒതുക്കി ഇങ്ങനെ വെക്കാം. അങ്ങനെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ മേലൊക്കെ സാധനങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്, ഇവിടെ സാധനങ്ങൾ, ഇവിടെ ഒക്കെ സാധനങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. മെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ മുന്നത്തെ കിച്ചണിൽ ഒരു വെന്റിലേഷൻ ഉണ്ടായിരുന്നില്ല, ഒരു വെന്റിലേഷൻ ഉണ്ടായിരുന്നില്ല, അപ്പൊ എക്സോസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു ടാങ്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ വെച്ച് നോക്കി, ഇവിടെ ആണെങ്കിൽ ഒരു ജനലുണ്ട്, ഇവിടെ വലിയൊരു ജനലുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്താണ് സുഖമാണ് ഇവിടെ നിന്ന്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ കേട്ടോ. അതെ. അപ്പോ നമ്മള് വീടിന്റെ വീഡിയോസ് എല്ലാരും കണ്ടു എന്ന് തോന്നുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്, അതായത് ജസ്റ്റ് ഒരു വീഡിയോ. ഇനി വീഡിയോസ് വരും, ബിക്കോസ് ഞങ്ങൾക്ക് ഭയങ്കര തിരക്കായി പോയി വീഡിയോസ് ഇടാൻ പറ്റിയില്ല, ഷോർട്സ് ഇടാൻ പറ്റില്ല. എല്ലാ ഷോർട്സ് തന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ ഇത്ര ദിവസം. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മാറലും പിന്നെ കുറച്ച് മെഡിക്കൽ ഇഷ്യൂസും കാര്യങ്ങളും അത് ഇപ്പോഴും പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഇഷ്യൂ കാരണം ഞങ്ങൾക്ക് ഒരു എന്താ പറയാ വീഡിയോസ് എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ശരി വിചാരിച്ചു ഇന്ന് ഫ്രീ ആണ്, ഇന്ന് ഫ്രീ അല്ലേ എന്ന് പറഞ്ഞിട്ട് ശരി ഒരു വീഡിയോ എടുക്കാന്ന് കരുതി. അതെ. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് പറയാ, നമ്മുടെ വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഇഷ്ടമായി എന്നുള്ളത് പറയാം. എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുക, നമുക്ക് അങ്ങനെ എന്തായാലും ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തായാലും ബാക്കിയുള്ളൊരു വീഡിയോയിൽ കാണാം. അപ്പോ പിന്നെ ലവ് സ്റ്റോറി ബാക്കി പാർട്ട് ആയിരിക്കും എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമന്റ്സ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു, പേഴ്സണലി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് എപ്പോഴാണ്, കുറെ ദിവസമായല്ലോ എന്ന്. നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സെക്കൻഡ് പാർട്ടും ഇപ്പൊ കുറച്ച് ദിവസത്തിൽ ഇടുന്നതായിരിക്കും. സപ്പോർട്ടൊക്കെ വേണേ. അപ്പം ബൈ ബൈ.